അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ വ ഹബീബിനാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹീമിലെ 1 മുതൽ 39 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസുകളിലായി നാം പഠിച്ച് മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് നടത്തിയ ദുആകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദുആകളിലൂടെ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ചില മര്യാദകളും, അതേപോലെ തന്നെ ഏതൊക്കെ വിഷയങ്ങളിലാണ് പ്രാർത്ഥിക്കേണ്ടത്, അത്തരം വിഷയങ്ങളുടെ ഗൗരവവും പ്രാധാന്യവുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ആയത്തുകളിലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മറ്റു ചില പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار مهطعين مقنعي رؤوسهم لا يرتد إليهم طرفهم وأفئدتهم هواء. وأنذر الناس يوم يأتيهم العذاب فيقول الذين ظلموا ربنا أخرنا إلى أجل قريب نجب دعوتك ونتبع الرسل أولم تكونوا أقسمتم من قبل ما لكم من زوال. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും ദുആ ചെയ്യുകയാണ്. റബ്ബി ജഅൽനി. ഇവിടെയും അദ്ദേഹം തൻ്റെ ദുആകളിലുടനീളം റബ്ബ് എന്ന ഇസ്മാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നാം വിശദീകരിച്ചു. അദ്ദേഹം വീണ്ടും ദുആ ചെയ്യുകയാണ് അലൈഹിസ്സലാത്തു വസ്സലാം. റബ്ബി ജഅൽനി, അല്ലാഹുവേ നീ എന്നെ മാറ്റണമേ, അല്ലെങ്കിൽ ആക്കണമേ. എന്താക്കണമേ? മുഖീമസ്സലാത്തി, നമസ്കാരം നിലനിർത്തുന്നവനാക്കി നീ എന്നെ മാറ്റണമേ. നമസ്കാരം നിലനിർത്തുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ, അല്ലെങ്കിൽ നമസ്കാരം നിലനിർത്തുന്നവനാക്കി നീ എന്നെ മാറ്റണമേ. അഖാമ യുഖീമു ഇഖാമത്തൻ, നിലനിർത്തുക. മുഖീം എന്ന് പറഞ്ഞാൽ നിലനിർത്തുന്നവൻ. മുഖീമസ്സലാഹ്, നമസ്കാരം നിലനിർത്തുന്നവൻ. അവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ.
എന്നെ മാത്രമല്ല വമിൻ ദുർരിയതി, എൻ്റെ സന്താനങ്ങളിൽ നിന്നും എൻ്റെ സന്താനങ്ങളെയും നീ നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണമേ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വതഖബ്ബൽ ദുആ, നീ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. തഖബ്ബല എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക. തഖബ്ബല യതഖബ്ബലു തഖബ്ബുലൻ, സ്വീകരിക്കൽ. വതഖബ്ബൽ ദുആ, അല്ലാഹുവേ നീ പ്രാർത്ഥന സ്വീകരിക്കണമേ. ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം രണ്ട് കാര്യങ്ങൾ ഈ ആയത്തിൽ നിന്ന് ലഭിക്കും. ഒന്ന് പ്രാർത്ഥനയുടെ ഒരു രീതി, രണ്ടാമത്തത് പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളുടെ പ്രാധാന്യം. അപ്പോൾ ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യം പറയുന്നത് റബ്ബി ജഅൽനി, അല്ലാഹുവേ നീ എന്നെ ആക്കണമേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ മര്യാദയിൽപ്പെട്ടതാണ് ആദ്യം തനിക്ക് വേണ്ടിയും പിന്നീട് തന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്ക് വേണ്ടിയും പിന്നീട് അതല്ലാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക എന്ന ഒരു രീതി. ഇത് തൊട്ടടുത്ത വചനത്തിലും അതേ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. റബ്ബന ഗഫിർലി വലി വാലിദയ്യ വലിൽ മുഅ്മിനീൻ എന്ന് തൊട്ടടുത്ത ആയത്തിൽ കാണാം. അല്ലാഹുവേ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും പിന്നെ എല്ലാ വിശ്വാസികൾക്കും. അപ്പോൾ ഇത് പ്രാർത്ഥനയുടെ ഒരു മര്യാദയിൽപ്പെട്ടതാണ്. ആദ്യം നാം നമുക്ക് വേണ്ടി ദുആ ചെയ്യുക, പിന്നെ ഏറ്റവും അടുത്തവർക്ക് വേണ്ടി, അങ്ങനെ പിന്നീട് നമുക്ക് അതിനുശേഷം വരുന്ന ആളുകൾ, പിന്നീട് നമ്മോട് അടുത്ത് നിൽക്കുന്നവരല്ലെങ്കിലും വിശ്വാസികളിൽപ്പെട്ട ആളുകൾ. ഇതാണ് പ്രാർത്ഥനയുടെ ഒരു മര്യാദ. അത് നമുക്ക് ഈ ദുആയിൽ കാണാം. രണ്ടാമത്തത് ദുആ ചെയ്ത വിഷയം നോക്കൂ. റബ്ബി ജഅൽനി, അല്ലാഹുവേ നീ എന്നെ ആക്കണമേ. എന്താണ് ആക്കേണ്ടത്? മുഖീമസ്സലാഹ്, നമസ്കാരം നിലനിർത്തുന്നവനാക്കി എന്നെ നീ മാറ്റണമേ. ഇതിൽ പല കാര്യങ്ങളും മനസ്സിലാക്കാനുണ്ട്. അതിൽ ഒന്ന് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം. രണ്ടാമത്തത് അത് നിലനിർത്തുന്നതിൻ്റെ പ്രാധാന്യം. കാരണം നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടണമേ എന്ന് പറയാനുള്ള കാരണം അത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം കൊണ്ടാണ്. അപ്പോൾ കേവലം നമസ്കരിക്കുക മാത്രമല്ല, ആ നമസ്കാരം കൃത്യമായി നിലനിർത്തുകയും ചെയ്യുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ. അതേപോലെ തന്നെ എന്താണ് നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറഞ്ഞു, നമ്മൾ നേരത്തെയും ഇത് വിശദീകരിച്ചതാണ്. നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഒന്ന് അതിലെ ത്വഹാറ നിലനിർത്തലാണ്. എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം, വുളൂ, അതേപോലെയുള്ള കാര്യങ്ങൾ, ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും കൃത്യമായി ശുദ്ധീകരണം നിർവഹിക്കുന്ന, അത് നമസ്കാരം നിലനിർത്തുന്നതിൻ്റെ ഭാഗമാണ് എന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്തിലൊക്കെ ഹദീസിൽ കാണാം, മൻ തവല്ലഅ ഫഅഹ്സനൽ വുളൂഅ, ഒരാൾ വുളൂ എടുക്കുകയും ഏറ്റവും നന്നായി വുളൂ എടുക്കുകയും ചെയ്താൽ, തവല്ലഅ എന്ന് പറഞ്ഞു, പിന്നെ ഫഅഹ്സനൽ വുളൂഅ, ഏറ്റവും നന്നായി വുളൂ എടുത്തു. കാരണം വുളൂ എടുക്കലും നന്നായി വുളൂ എടുക്കലും രണ്ടും രണ്ടാണ്. വുളൂ എടുക്കലും നന്നായി വുളൂ എടുക്കലും രണ്ടും രണ്ടാണ്. അപ്പോൾ നമസ്കാരം നിലനിർത്തുക എന്നതിൻ്റെ അതിൻ്റെ പരിപൂർണതയിൽപ്പെട്ടതാണ് ഏറ്റവും ഭംഗിയായി ത്വഹാറ നിലനിർത്തുക എന്നുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യുഹാഫിളു അലൽ വുളൂഇ ഇല്ലാ മുഅ്മിനുൻ, വുളൂവിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നത് മുഅ്മിനുകളല്ലാതെയല്ല. എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിൻ എപ്പോഴും വുളൂവിൻ്റെ കാര്യം ശ്രദ്ധിക്കും എന്നർത്ഥം. അതാണ് ഒന്ന്. രണ്ടാമത്തത് അതിൻ്റെ സമയം നിലനിർത്തുക എന്നുള്ളതാണ്. ഇഖാമത്തു സ്വലാത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ സമയം നിലനിർത്തുക. ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയം നിർണ്ണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ് നമസ്കാരം. അപ്പോൾ അതിൻ്റെ സമയത്ത് തന്നെ അത് നിർവഹിക്കുക എന്നുള്ളത് ഇഖാമത്തു സ്വലാത്തിൻ്റെ ഭാഗമാണ്. മൂന്നാമത്തത് അതിലെ ചലനങ്ങളെ നിലനിർത്തുക എന്നുള്ളതാണ്. അഥവാ നൃത്തവും റുക്കൂഅ്, ഇഅ്തിദാൽ, സുജൂദ്, ഇടയിലിരുത്തം, തശഹുദ്, അതും കൈകളും കാൽവിരലുകളും കൈവിരലുകളുമൊക്കെ വെക്കേണ്ട രീതികൾ, നോക്കേണ്ട സ്ഥാനങ്ങളിലേക്ക് നോക്കൽ, അടങ്ങി ഒതുങ്ങി നിൽക്കൽ, സ്വഫുകളിൽ കൃത്യമായി നിൽക്കൽ, ഇങ്ങനെ തുടങ്ങി നമസ്കാരത്തിൻ്റെ ബാഹ്യമായ പ്രവർത്തനങ്ങളെ ഭംഗിയുള്ളതാക്കി തീർക്കലാണ്. നാലാമത്തത് ഹദീസിൽ വന്നതുപോലെ അതിൻ്റെ ഖുശൂഇനെ നിലനിർത്തലാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, അവർ അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. ഇപ്രകാരം ആന്തരികമായും ബാഹ്യമായും ഭംഗിയാക്കുക, കൃത്യസമയത്ത് തന്നെ നിർവഹിക്കുക,
പതിവായി നിർവഹിക്കുക. അങ്ങനെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവനാക്കി നീ എന്നെ മാറ്റണമേ. മാത്രമല്ല ഇവിടെ വമിൻ ദുർരിയത്തി, എൻ്റെ സന്താനങ്ങളെയും അങ്ങനെ ആക്കണമേ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആദ്യം തന്നിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്തുകൊണ്ടാണത്? ഉലമാക്കൾ പറഞ്ഞു, നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ എപ്പോഴും മറ്റ് വിഷയങ്ങളിൽ ഉള്ളതുപോലെ തന്നെ, എന്നാൽ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മക്കൾ അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ, മാതാപിതാക്കൾ, അവർ അവരുടെ പ്രവൃത്തിയിലൂടെ നമസ്കാരം നിലനിർത്തുന്നവരാണ് എന്ന് മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമസ്കരിക്കാൻ വേണ്ടി പറയുന്ന, കുടുംബത്തോട് പറയാൻ വേണ്ടി പറയുന്ന ആയത്തിൽ നമുക്ക് കാണാം, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ. നിൻ്റെ കുടുംബത്തോട് നമസ്കരിക്കാൻ വേണ്ടി പറയണം, താങ്കളും ക്ഷമയോടുകൂടി നമസ്കാരത്തിൽ നിലകൊള്ളണം. അപ്പോൾ കുടുംബത്തോട് പറയുക മാത്രമല്ല, താങ്കളും നമസ്കരിക്കുന്ന ആളായിത്തീരണം. മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് അള്ളാഹു പറയുന്നത്, വക്കാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി വക്കാന ഇൻദ റബ്ബിഹി മർദിയ്യ. അദ്ദേഹം തൻ്റെ കുടുംബത്തോട് നമസ്കരിക്കാൻ പറയുമായിരുന്നു, സക്കാത്ത് കൊടുക്കാൻ പറയാറുണ്ടായിരുന്നു, കൽപ്പിക്കാറുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ അടുക്കൽ അദ്ദേഹവും തൃപ്തിപ്പെട്ട സ്ഥാനത്തായിരുന്നു. എന്ന് പറഞ്ഞാൽ മക്കളോട് പറയുക മാത്രമല്ല, അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ആ മേഖലകളിലൊക്കെ അദ്ദേഹവും മാതൃകയായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ഇവിടെ അവനവൻ ഈ വിഷയത്തിൽ ഏറ്റവും വലിയ മാതൃകയായി മാറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി, എന്നെ അള്ളാഹുവേ നീ നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണമേ. വമിൻ ദുർരിയത്തി, പിന്നീടാണ് പറയുന്നത് എൻ്റെ സന്താനങ്ങളെയും. അതിൽ നിന്ന് നമ്മൾ മാത്രമല്ല, നമ്മുടെ മക്കളും നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കണമെന്ന ആഗ്രഹം നമുക്ക് വേണം. അതിനുവേണ്ടി അവരോട് പറയൽ മാത്രമല്ല, റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുകയും വേണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതൃക അതാണ്. നമ്മുടെ മക്കൾ നന്നാവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ തൗഫീഖില്ലാതെ അത് നടക്കൂല, റബ്ബിൻ്റെ സഹായം വേണം. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിൻ്റെ സഹായം കൂടി അദ്ദേഹം തേടുകയാണ്. വമിൻ ദുർരിയത്തി, അള്ളാഹു എൻ്റെ മക്കളെ നമസ്കാരം നിലനിർത്തുന്നവരാക്കി നീ മാറ്റണം, അതിനുള്ള തൗഫീഖ് എൻ്റെ കുടുംബത്തിന് നീ നൽകണം. അങ്ങനെ എൻ്റെ മക്കളിലൂടെയും മറ്റും കൺകുളിർമ ഉണ്ടാകണം, എന്നെയും നീ നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ മക്കളുടെ കാര്യത്തിൽ ഇത് നമ്മൾ പ്രത്യേകം ദുആ ചെയ്യണം. മാത്രമല്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചതുപോലെ ഈ പ്രാർത്ഥന മാത്രം നിർവഹിക്കുകയല്ല, മറിച്ച് മസ്ജിദുൽ ഹറമിൻ്റെ അടുക്കൽ എൻ്റെ മക്കളെ താമസിപ്പിച്ചത് എന്തിനാണ്? റബ്ബനാ ലിയുഖീമുസ്സലാത്ത, അള്ളാഹുവേ മസ്ജിദുൽ ഹറമിൻ്റെ അടുത്ത് ഞാൻ മക്കളെ താമസിപ്പിച്ചത് അവർ നമസ്കാരം നിലനിർത്തുന്നവരായി തീരാൻ വേണ്ടിയാണ്. അപ്പോൾ മക്കളോട് പറയണം, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം, അതോടൊപ്പം അതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതെല്ലാം കൂടി ഒത്തു വരുമ്പോഴാണ് മക്കളിൽ കൺകുളിർമ ഉണ്ടാകുന്നത്. വീണ്ടും അദ്ദേഹം പറയുന്നു, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ രക്ഷിതാവേ. അദ്ദേഹം വീണ്ടും അള്ളാഹുവിനെ വിളിക്കുകയാണ്, കാരണം ഗൗരവമുള്ള വിഷയമായതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം റബ്ബി ജഅൽനി എന്ന് പറഞ്ഞു, വീണ്ടും റബ്ബന എന്ന് പറയുകയാണ്, ആവർത്തിക്കുകയാണ്. പ്രാർത്ഥനയുടെ വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ടാണത്. വതഖബ്ബൽ ദുആ, അള്ളാഹുവേ നീ ദുആ സ്വീകരിക്കണമേ, നീ ദുആ സ്വീകരിക്കണമേ. കാരണം മറ്റു ദുആകളിലൊന്നും നമുക്കിത് കാണാൻ കഴിയില്ല. പക്ഷേ നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞിടത്ത്, മക്കൾക്ക് വേണ്ടി ദുആ പറഞ്ഞിടത്ത്, പടച്ചോനെ നീ ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്ന് പ്രത്യേകം അദ്ദേഹം ദുആ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ രണ്ട് ദുആകൾ വന്നു. ഒന്ന്, എൻ്റെ നമസ്കാരം നിലനിർത്തുന്നവരിൽ എന്നെയും എൻ്റെ മക്കളെയും ആക്കണമേ. രണ്ട്, ഞാൻ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥന നീ കേൾക്കണേ റബ്ബേ. ഒരു വിഷയത്തിൽ തന്നെ 2 തവണ ദുആ വരികയാണ്. അത് വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ടാണ്. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഖബൂലിന് വേണ്ടി ദുആ ചെയ്യുന്ന പ്രവാചകനായിരുന്നു. നമുക്കറിയാം, കഅബാലയം പടുത്തുയർത്തിയപ്പോഴും അദ്ദേഹം പറഞ്ഞത് റബ്ബന തഖബ്ബൽ മിന്ന, അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ എന്നാണ്. അതേപോലെ ഇവിടെയും റബ്ബെ നീ ദുആ സ്വീകരിക്കണമേ. ആമീൻ എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു രൂപമാണ്. ആമീൻ എന്ന് പറഞ്ഞാൽ ഫസ്തജിബ് ലന, ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ എന്നാണ്, അഥവാ ദുആ സ്വീകരിക്കണമേ. അപ്പോൾ ആ ദുആ നിർവഹിച്ച ആ ദുആ സ്വീകരിക്കാൻ വേണ്ടി വേറെ തന്നെ ദുആ ചെയ്യുന്നതും ഖൈറാണ് എന്നും ഇതിൽ നമുക്ക് ലഭിക്കുന്നതാണ്. റബ്ബനാ വതഖബ്ബൽ ദുആ, അല്ലാഹുവേ നീ ദുആ സ്വീകരിക്കണമേ. അതിനുശേഷം അദ്ദേഹം വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ.
ഇവിടെ എന്താണ് റബ്ബന റബ്ബി എന്നൊക്കെ പറയാനുള്ള കാരണം? റബ്ബി എന്ന് പറയുമ്പോൾ തന്നിലേക്ക് മാത്രമാണെങ്കിൽ റബ്ബന എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ്. അതിൽ ആരൊക്കെ ഉൾപ്പെടും? ഒന്ന്, ഒരാൾ തൻ്റെ മനസ്സിൽ ആരാണോ നിയ്യത്താക്കിയത്. ഞങ്ങളെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ താനും തൻ്റെ കുടുംബവുമായിരിക്കാം, അല്ലെങ്കിൽ മുഴുവൻ വിശ്വാസികളായിരിക്കാം. ആരുമാകട്ടെ, വിശ്വാസികൾ തനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയും ദുആ ചെയ്യണം. അങ്ങനെ മറ്റുള്ളവരെ കൂടി നിയ്യത്താക്കുമ്പോൾ അവിടെ റബ്ബന എന്ന് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് മാത്രമല്ല, അതാണ് കൂടുതൽ നല്ലതായിട്ടുള്ളത്. അതുകൊണ്ടാണ് റബ്ബി ജഅൽനി എന്ന് പറഞ്ഞു, മുഖീമ സ്വലാത്തി വമിൻ ദുരിയത്തി, മക്കളെയും പറഞ്ഞു. അതുകൊണ്ട് പിന്നീടുള്ളത് റബ്ബി എന്നല്ല റബ്ബന എന്നാണ്. കാരണം അവിടെ തൻ്റെയും തൻ്റെ മക്കളെയും മനസ്സിൽ നിയ്യത്താക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ആ ദുആ സ്വീകരിക്കണമേ. റബ്ബന വതഖബ്ബൽ ദുആ. വീണ്ടും ഇവിടെ റബ്ബന എന്ന് പറയുന്നത് അതിനുശേഷം മറ്റുള്ളവരെയും കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കൂടി മനസ്സിൽ നിയ്യത്താക്കിക്കൊണ്ടാണ് അങ്ങനെ ദുആ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ നമസ്കാരത്തിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്? ഇഹ്ദിന, ഞങ്ങളെ നേർവഴിയിൽ നടത്തണമേ. ആരാണ് ഉദ്ദേശം? മുസ്ലിമീങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് വേണ്ടപ്പെട്ടവരെ എന്നൊക്കെ അതുകൊണ്ട് നിയ്യത്താക്കാവുന്നതാണ്. അതുപോലെ ഇവിടെയും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചറബിനോട് പറയുന്നത്, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇഗ്ഫിർലി, നീ എനിക്ക് പുറത്ത് തരണമേ. അവൾ റബ്ബന എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ന് പറയുന്നതിൽ വിരോധമുണ്ടോ? വിരോധമൊന്നുമില്ല. കാരണം അതിൽ അർത്ഥങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് പാടില്ലാത്തതൊന്നും വരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ രക്ഷിതാവേ, നീ എനിക്ക് പുറത്ത് തരണമേ. ഇഗ്ഫിർലി, ഗഫറ യഗ്ഫിറു ഗുഫ്റാൻ എന്ന് പറഞ്ഞാൽ മാപ്പാക്കുക. ഇഗ്ഫിർലി, എനിക്ക് നീ മാപ്പ് നൽകണമേ, എനിക്ക് നീ പുറത്ത് തരണമേ. എനിക്ക് മാത്രമല്ല, വലിവാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും. വാലിദൈ എന്ന് പറഞ്ഞാൽ ഉമ്മയും ഉപ്പയുമാണ് ഉദ്ദേശിക്കുന്നത്. വാലിദി എന്നല്ല, വാലിദയ്യ. അപ്പോൾ ഉമ്മയും ഉപ്പയും. വലിവാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും. വലിൽ മുഅ്മിനീന, മുഴുവൻ വിശ്വാസികൾക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തർത്തീബ്. ആദ്യം സ്വന്തത്തിന്, പിന്നെ ഏറ്റവും അടുത്തവർക്ക്, പിന്നെ വിശ്വാസികൾക്ക്. വലിൽ മുഅ്മിനീന, മുഴുവൻ വിശ്വാസികൾക്കും നീ പുറത്ത് നൽകണമേ. എന്ന് യൗമ, ഒരു ദിവസം. യഖൂമുൽ ഹിസാബു, അന്ന് വിചാരണ നിലവിൽ വരുന്നതാണ്. ഖാമ യഖൂമു ഖിയാമൻ. ഹിസാബ് എന്ന് പറഞ്ഞാൽ വിചാരണ, മനുഷ്യൻ്റെ കണക്ക് നോക്കൽ. അതുകൊണ്ട് തന്നെ യൗമ യഖൂമുൽ ഹിസാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമുൽ ഹിസാബാണ്, അഥവാ യൗമുൽ ഖിയാമയാണ്, ഖിയാമത്ത് നാളാണ്. ആ ഖിയാമത്ത് നാളിൽ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ റബ്ബേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുന്നു. അപ്പോൾ ഈ ദുആയിൽ മഗ്ഫിറത്തിന് വേണ്ടിയുള്ള തേട്ടമാണ് പാപമോചന പ്രാർത്ഥന എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. ഒന്നാമത്തത്, പാപമോചന പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയാറുണ്ട്, തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറു, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുകയും അവനോട് മാപ്പിരക്കുകയും വേണം. കാരണം ഞാൻ പോലും, ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തഖീങ്ങളുടെ നേതാവാണ്. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട വ്യക്തിത്വമാണ്. അതേപോലെ തന്നെ സൃഷ്ടികളിൽ ശ്രേഷ്ഠനാണ്. വൻ പാപങ്ങളിൽ നിന്നൊക്കെ സുരക്ഷിതനാണ്, മഅസൂമാണ്. അമ്പിയാക്കൾ പാപസുരക്ഷിതരാണ്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ പോലും ഒരു ദിവസം 100-ലധികം തവണ അല്ലെങ്കിൽ 70-ലധികം തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നുണ്ട് എന്ന്. പുറത്തു തരാൻ വേണ്ടി റബ്ബിനോട് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെ കർമ്മരേഖയിലാണോ ഇസ്തിഗ്ഫാർ കൂടുതൽ കാണുന്നത് അവർ രക്ഷപ്പെട്ടു എന്നാണ്. തൂബ ലിമൻ വുജിദ ഫി സഹീഫത്തിഹി ഇസ്തിഗ്ഫാറൻ കസീറ. ആരുടെ കർമ്മരേഖയിലാണോ ഇസ്തിഗ്ഫാർ കൂടുതൽ കാണുന്നത് അവർക്ക് മംഗളമുണ്ട്, അഥവാ അവർക്ക് സ്വർഗമുണ്ട് എന്നർത്ഥം. പരിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളിൽ അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പാപമോചന പ്രാർത്ഥനയുടെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തത്, മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഇത് പ്രാർത്ഥിക്കുന്നത്. ഖലീലുല്ലാഹ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്ത വ്യക്തിത്വമാണ്. വ ഇബ്രാഹിം അല്ലദീ വഫ, അള്ളാഹുവിൽ നിന്നുള്ള കടുത്ത പരീക്ഷണങ്ങളിലൊക്കെ വിജയിച്ച വ്യക്തിയാണ്. വ ഇദ്ബ്തല ഇബ്രാഹിമ റബ്ബുഹു ബി കലിമാത്തിൻ ഫഅതമ്മഹുൻ, ഒക്കെ പൂർത്തിയാക്കിയ വ്യക്തിത്വമാണ്. എന്നിട്ടും ആ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമു പോലും
ദുആ ചെയ്യുന്നു, എനിക്ക് പുറത്തു തരണമേ. എന്നിരിക്കെ പാപികളായ അമ്പിയാക്കളല്ലാത്ത ആളുകൾ എത്രമാത്രം ആ വിഷയത്തിൽ ദുആ ചെയ്യണം. അതുകൊണ്ട് ധാരാളമായി പാപമോചന പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കൾക്കാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ മരണപ്പെട്ടാൽ അവശേഷിക്കുന്ന നന്മയിൽ ഒന്ന് വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ മക്കളാണ്. ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നമുക്ക് ഈ വിഷയത്തിൽ ഒരു മാതൃകയുണ്ട്. എന്നാൽ മറ്റൊരു കോണിലൂടെ നോക്കുമ്പോൾ അതിൽ മാതൃകയില്ല. എന്താണത്? ഒന്ന്, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ എടുത്തു പറഞ്ഞത്. അദ്ദേഹം മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഏത് മക്കളും അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ അതേ സന്ദർഭത്തിൽ മാതാപിതാക്കൾ അമുസ്ലിമീങ്ങളാണെങ്കിൽ അവർക്ക് വേണ്ടി, അവർ അമുസ്ലിമീങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, മുസ്ലിങ്ങളല്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ, ഇസ്ലാം സ്വീകരിക്കുന്നത് വരെ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല, മഗ്ഫിറത്തിന് വേണ്ടി. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ഈ ദുആയോ, അതിനെക്കുറിച്ച് അള്ളാഹു സൂറത്തു തൗബയിൽ പറയുന്നത്, വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹിം അലി അബീഹി ഇല്ലാ അൻ മൗഇദത്തിൻ വഅദഹാ ഇയ്യാഹ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വാഗ്ദാനം പറഞ്ഞിരുന്നു, ഞാൻ താങ്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടുമെന്ന് ഉപ്പാക്കൊരു വാക്ക് കൊടുത്തിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയെ നാട്ടിൽ നിന്ന് എറിഞ്ഞ് ആട്ടി ഓടിക്കുന്ന സന്ദർഭത്തിൽ, എറിഞ്ഞു പായിപ്പിക്കുന്ന സന്ദർഭത്തിൽ, പക്ഷേ ആ സമയത്ത് ഒരു ഇബ്രാഹിം നബി പറയുന്നത് എന്താണ്? ഞാനിവിടുന്ന് പോവുകയാണ്, പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. ആ ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിലാണ് ദുആ ചെയ്തത്. എന്നാൽ ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവ്വു ലില്ലാഹി തബറഅ മിൻ, അള്ളാഹുവിൻ്റെ ശത്രുവാണ്, അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല എന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് അറിയിച്ചു കൊടുത്തപ്പോൾ പിന്നീട് അദ്ദേഹം ദുആ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ആ അറിയിപ്പ് ലഭിക്കുന്നതിൻ്റെ, ആ വ്യക്തത ലഭിക്കുന്നതിന് മുമ്പ് നടത്തിയ ദുആ ആണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യണം, അതൊരു പോയിൻ്റാണ്. അതേ സമയത്ത് അവർ കുഫാറുകളാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യരുത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പാഠവും നമുക്ക് ലഭിക്കും. വിശ്വാസികളാണെങ്കിൽ ദുആ ചെയ്യണം, വിശ്വാസികളല്ലെങ്കിൽ ദുആ ചെയ്യാൻ പാടില്ല. അൽഹംദുലില്ലാ. പിന്നീട് വലിൽ മുഅ്മിനീൻ, നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മുഴുവൻ വിശ്വാസികളെയും ഉൾപ്പെടുത്തുകയാണ്. ഈ മുഅ്മിനീൻ എന്ന് പറയുമ്പോൾ അത് എല്ലാ മുഅ്മിനുകളും, ആദം അലൈഹി സ്വലാത്തു വസ്സലാമ മുതൽക്ക് ലോകാവസാനം വരെയുള്ള മുഅ്മിനുകളൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. വലിൽ മുഅ്മിനീന, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. ഇനി എപ്പോഴാണ് ആ മഗ്ഫിറത്ത് വേണ്ടത്? യൗമ യഖൂമുൽ ഹിസാബ്, വിചാരണ നിലവിൽ വരുന്ന ദിവസം. കാരണം അന്നാണല്ലോ നന്മ തിന്മകൾ തൂക്കി നോക്കുന്നത്, മനുഷ്യരുടെ പാപങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത്. അന്ന് അള്ളാഹു പൊറുക്കുന്നില്ലെങ്കിൽ, മാപ്പാക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ നരകത്തിൽ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ആ ശിക്ഷ അനുഭവിക്കാതെ സ്വർഗത്തിൽ പോകണമെങ്കിൽ മഗ്ഫിറത്ത് കിട്ടണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ് എന്നിങ്ങനെ സൂറത്തു ആലി ഇമ്രാനിലും സൂറത്തുൽ ഹദീദിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അവിടെ മഗ്ഫിറത്തിലേക്ക് ധൃതി വെക്കൂ, സ്വർഗത്തിലേക്കും ധൃതി വെക്കൂ എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? സ്വർഗത്തിൽ കടക്കണമെങ്കിൽ മഗ്ഫിറത്ത് ആദ്യം കിട്ടണം. അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത്തൻ വ അജ്റൻ അദീമ എന്നാണ് ഖുർആനിലുള്ളത്. അവർക്ക് മഗ്ഫിറത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്, വമ്പിച്ച പ്രതിഫലവും, അത് സ്വർഗമാണ്. പക്ഷേ അതിന് മുമ്പ് കിട്ടേണ്ടത് മഗ്ഫിറത്താണ്. ആ അർത്ഥത്തിലാണ് ഇവിടെ യൗമ യഖൂമുൽ ഹിസാബ് എന്ന് പറഞ്ഞത്. എന്നാൽ അതിൻ്റെ അർത്ഥം അവിടെ വെച്ച് മതി മഗ്ഫിറത്ത്, ഈ ദുനിയാവിൽ വെച്ച് വേണ്ടതില്ല എന്നാണോ? അല്ല, മറിച്ച് അത് നമ്മൾ വേറെ തന്നെ ദുആ ചെയ്യണം. എന്നാൽ ഖിയാമത്ത് നാളിലാണല്ലോ വലിയ ശിക്ഷ ഉള്ളത്, അന്ന് എന്തായാലും പൊറുക്കപ്പെടണം എന്ന അർത്ഥത്തിലാണ്. അതേ സന്ദർഭത്തിൽ ഈ ലോകത്ത് നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ പാപങ്ങൾക്കൊക്കെ ഉടനെ തന്നെ നമ്മൾ തൗബ ചെയ്യണം. കാരണം തിന്മകൾക്ക് ദുനിയാവിൽ വെച്ച് തന്നെ ചില ശിക്ഷകളുണ്ട്, അത് ലഭിക്കാതിരിക്കാൻ. അതേപോലെ തന്നെ ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടും, അതും ലഭിക്കാതിരിക്കാൻ. അപ്പോൾ ഖബറിൽ ശിക്ഷ ആയിക്കോട്ടെ, അപ്പോഴൊന്നും പൊറുക്കേണ്ടതില്ല. ദുനിയാവിലും ശിക്ഷ ആയിക്കോട്ടെ, അപ്പോഴും പൊറുക്കേണ്ടതില്ല. ഖിയാമത്ത് നാളിൽ മാത്രം മതി എന്ന ഒരർത്ഥമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് അതിൻ്റെ ഗൗരവമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പേ തന്നെ മഗ്ഫിറത്ത് ലഭിക്കണമെന്നർത്ഥം. ഇവിടെ അതിൻ്റെ പ്രാധാന്യം സൂചിപ്പിച്ചു എന്ന് മാത്രം. കാരണം അതാണല്ലോ ആത്യന്തികമായ ശിക്ഷയുടെയും രക്ഷയുടെയും ലോകം. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്
എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ നിലക്ക് ദുആ ചെയ്തത്. നമുക്കൊക്കെ ഈ ദുആ പ്രാവർത്തികമാക്കാവുന്നതാണ്. എന്നാൽ വലിവാലിദയ്യ എന്ന് പറയുന്നിടത്ത്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുമ്പോൾ അവർ കുഫാറുകളാണെങ്കിൽ, അത് ഭാര്യയാണെങ്കിലും ശരി, മക്കളാണെങ്കിലും ശരി, കൂട്ടുകാരാണെങ്കിലും ശരി, മാതാപിതാക്കളാണെങ്കിലും ശരി, അവർ മതപരിത്യാഗികളോ മതത്തെ നിഷേധിച്ചവരോ മുർത്തദ്ദുകളോ യുക്തിവാദികളോ ഒക്കെ ആണെങ്കിൽ പിന്നെ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ ദുആയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായത്തിൽ ഇവിടെ തൽക്കാലം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. വലാ തഹ്സബന്ന, നബിയെ താങ്കൾ ഒരിക്കലും കരുതരുത്. ഹസിബ യഹ്സബു വയഹ്സിബു ഹിസ്ബാനൻ. ഹസിബ യഹ്സബു എന്നൊക്കെ പറഞ്ഞാൽ കണക്കാക്കുക, ധരിക്കുക, വിചാരിക്കുക. അപ്പോൾ വലാ തഹ്സബന്ന, താങ്കൾ ഒരിക്കലും വിചാരിക്കരുത്. ഇവിടെ ശബ്ദമുള്ള നൂന് വന്നത് ഒരിക്കലും എന്ന അർത്ഥത്തിലാണ്. വലാ തഹ്സബന്ന, ഒരിക്കലും താങ്കൾ വിചാരിക്കരുത്, മനസ്സിൽ കരുതരുത്. അള്ളാഹുവിനെക്കുറിച്ച് എന്ത് കരുതരുത്? ഗാഫിലൻ, അള്ളാഹു അശ്രദ്ധനാണ് എന്ന്. ഗഫല യഗ്ഫുലു ഗഫ്ലതൻ വ ഗുഫൂല. ഗഫല എന്ന് പറഞ്ഞാൽ അശ്രദ്ധൻ, അറിയാത്തവൻ, കാണുന്നില്ല അല്ലെങ്കിൽ അവഗണിക്കുന്നവൻ, അതൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഗഫല യഗ്ഫുലു എന്ന് പറഞ്ഞാൽ അവഗണിക്കുക, കാണാതിരിക്കുക, കണ്ടില്ലെന്ന് നടിക്കുക, അല്ലെങ്കിൽ അറിയാതെ പോവുക, അറിഞ്ഞിട്ടും പരിഗണിക്കാതിരിക്കുക. ഇതൊക്കെ ഗഫലത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അള്ളാഹു അങ്ങനെയാണെന്ന് കരുതരുത്. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ, അള്ളാഹുവിന് ഒരിക്കലും ഗാഫിലാണെന്ന് വിചാരിക്കരുത്, അശ്രദ്ധനാണെന്ന് വിചാരിക്കരുത്. കാരണം നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. ലാ യഅ്സുബു അൻഹു മിസ്ഖാലു ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ് വലാ അസ്ഗറു മിൻ ദാലിക വലാ അക്ബർ. ആകാശങ്ങളിലോ ഭൂമിയിലോ മിസ്ഖാൽ ദർറത്ത് പോലും അള്ളാഹു വിട്ടുപോവുകയില്ല. പടച്ച റബ്ബ് മറന്നു പോവുകയോ വിട്ടുപോവുകയോ ഇല്ല. ഇന്നല്ലാഹ ഹുവസ് സമീഉൽ ബസീർ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ, കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിൻ്റെ റബ്ബ് നിരീക്ഷണ സ്ഥാനത്തിരുന്നു കൊണ്ട് കൃത്യമായി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വല്ലാഹു ബിമാ യഅമലൂന മുഹീത്ത്, മനുഷ്യർ പ്രവർത്തിക്കുന്നതിന് അള്ളാഹു വലയം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റഹ്മാനായ റബ്ബ് ഒരിക്കലും അറിയാതെ പോകുന്നില്ല, അശ്രദ്ധനല്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ റബ്ബ് ഇതൊന്നും കാണുന്നില്ല എന്ന് വിചാരിക്കരുത്. എന്തിനെക്കുറിച്ച് അശ്രദ്ധനാണെന്ന്? അമ്മാ യഅമലു ളാലിമൂൻ, ളാലിമുകൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്. അമില യഅമലു അമലൻ, പ്രവർത്തിക്കുക. ളാലിം എന്ന് പറഞ്ഞാൽ ദുൽമ ചെയ്യുന്ന ആൾ. അമ്മാ യഅമലു ളാലിമൂൻ, അക്രമികൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണ് എന്ന് നബിയെ താങ്കൾ ഒരിക്കലും കരുതരുത്. ഇന്നമ, തീർച്ചയായും അള്ളാഹു ചെയ്യുന്നത് ഇത്രമാത്രമാണ്. യുഅഖിറുഹും, അവർക്ക് അവധി നീട്ടിക്കൊടുക്കുകയാണ്. അഖറ യുഅഖിറു തഖീറൻ, അവർക്ക് അവധി നീട്ടിക്കൊടുക്കുകയാണ്. ലിയൗമിൻ, ഒരു ദിവസത്തേക്ക്. തഷ്ഖസു ഫീഹി, അന്ന് പുറത്തു വരുന്നതാണ്. ഷഖസ യഷ്ഖസു ഷുഖൂസൻ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തള്ളി വരുന്നതിനാണ്, പുറത്തേക്ക് പ്രകടമായി വരുന്നതിനാണ് ഷഖസ എന്ന് പറയുന്നത്. ഷഖസ യഷ്ഖസു ഷുഖൂസൻ. തഷ്ഖസു ഫീഹി, അന്നേ ദിവസം പുറത്തേക്ക് തള്ളി വരും. എന്ത്? അൽ അബ്സാർ, കണ്ണുകൾ. ബസറിൻ്റെ ജംആണ് അബ്സാർ. കണ്ണുകൾ പുറത്തേക്ക് തള്ളിപ്പോകുന്ന ഭയാനകത കൊണ്ട്, അഥവാ കണ്ണ് ഇമവട്ടാൻ പറ്റാത്ത വിധം കണ്ണ് ചുമ്മാൻ കഴിയില്ല. അങ്ങനെ കണ്ണ് ചിമ്മാൻ പറ്റാത്ത വിധത്തിൽ, കണ്ണ് ഇമവട്ടാൻ പറ്റാത്ത നിലക്ക് കൃഷ്ണമണിയും ഒക്കെ പുറത്തേക്ക് തള്ളിപ്പോകുന്ന, പേടി കൊണ്ട്, ഭയാനകത കൊണ്ട് കണ്ണുകൾ തള്ളിപ്പോകുന്ന ദിവസം. ആ ദിവസത്തേക്ക് അള്ളാഹു നീട്ടിവെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ലാലിമീങ്ങൾ അധികവും അള്ളാഹു ഇവിടെ വെച്ച് പിടികൂടുകയില്ല. മരിക്കുന്ന സമയത്തും പിന്നെ ഖബറിലും മഹ്ശറിലും പിന്നെ നരകത്തിലും അവിടെയാണ് അള്ളാഹു അവരെ പിടികൂടുക. അതുവരെ അവർക്ക് അള്ളാഹു സൗകര്യങ്ങൾ നീട്ടിയിട്ട് കൊടുക്കും എന്നാണ്. അപ്പോൾ ഈ ആയത്ത് എക്കാലഘട്ടത്തിലെയും മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, അവിശ്വാസികളും മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മുഫസ്സിറുകളെല്ലാം പറഞ്ഞിട്ടുള്ളത് ഇത് മുസ്ലിമീങ്ങൾക്ക് ആശ്വാസം നൽകുന്നതും
സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം താക്കീതും ഭയപ്പെടുത്തലുമാകുന്നു. കാരണം വിശ്വാസികൾ എന്ത് വിചാരിക്കരുത്, എന്താണ് ഇത്രയധികം ക്രൂരതകൾ മുസ്ലിമീങ്ങളോട് ഈ ആളുകൾ ചെയ്തിട്ട്? പിഞ്ചുമക്കളെ ബോംബിട്ട് കൊന്നൊടുക്കുന്നു, മുസ്ലിമീങ്ങളെ പട്ടിണിക്കിടുന്നു, അവരുടെ രാജ്യങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്നു, മുസ്ലിമീങ്ങൾക്കെതിരിൽ പച്ചയായ കളവുകളും ആരോപണങ്ങളും പറയുന്നു. അങ്ങനെ എല്ലാ നിലക്കും മുസ്ലിമീങ്ങളെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും സാമ്പത്തികമായും അല്ലാതെയുമൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ലാലിമുകൾ, അത് ഇൻഡിവിജ്വലായ വ്യക്തികളുണ്ട്, ഗ്രൂപ്പുകളും സംഘടനകളുമുണ്ട്, രാഷ്ട്രങ്ങളുണ്ട്. അവരൊക്കെ ലാലിമുകളാണ്, ഏത് നാട്ടുകാരാണെങ്കിലും ശരി. അപ്പോൾ ഈ ആളുകൾ ചെയ്യുന്നതൊന്നും അള്ളാഹു കാണുന്നില്ലേ? എന്നിട്ടും അവർക്കാണല്ലോ അധികാരം, അവർക്കാണല്ലോ പ്രതാപം. അവർ വിചാരിക്കുന്നതൊക്കെ നടക്കുന്നുണ്ടല്ലോ, അവർ വിചാരിക്കുന്നവരെയൊക്കെ കൊല്ലാൻ അവർക്ക് കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ അള്ളാഹു ഇതൊക്കെ കാണാത്തത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് അള്ളാഹു അവരെ പിടികൂടാത്തത് എന്നിങ്ങനെ മുസ്ലിമീങ്ങൾ ചിന്തിക്കരുത്, പ്രവാചകന്മാർ ചിന്തിക്കരുത്, പണ്ഡിതന്മാർ ചിന്തിക്കരുത്, പ്രബോധകന്മാർ ചിന്തിക്കരുത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ് അതിലൂടെ ലോക മുസ്ലിമീങ്ങളെ മുഴുവൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും മക്കയിലുള്ളവർ ഉപദ്രവിച്ചിട്ടുണ്ട്, മദീനയിലെത്തിയപ്പോൾ യഹൂദന്മാർ മുനാഫിക്കുകൾ ഉപദ്രവിച്ചിട്ടുണ്ട്, പിന്നീട് സമീപ രാഷ്ട്രങ്ങളായ പേർഷ്യക്കാരുടെ, റോമക്കാരുടെ ഒക്കെ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, ആശ്വസിക്കൂ, അള്ളാഹു അവരെയൊക്കെ പിടികൂടും, പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന സമയത്താവണമെന്നില്ല. അള്ളാഹു ഇതൊന്നും കാണുന്നില്ല എന്ന് നിങ്ങളാരും വിചാരിക്കുകയും വേണ്ട. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അന്നും ഇന്നും ഈ ആയത്ത് പ്രസക്തമാണ്. ലോകത്ത് വലിയ അതിക്രമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പോക്കിരികൾ, അത്തരം ആളുകളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്, അറിയുന്നുണ്ട്. എല്ലാം റഹ്മാനായ റബ്ബിനറിയാം, റബ്ബിനറിയാത്തൊന്നുമില്ല. പിന്നെ എന്താണ് അള്ളാഹു ചെയ്യുന്നത്? അള്ളാഹു ആശ്വാസം നൽകുകയാണ്. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ, ഒരു ദിവസത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. തശ്ഖസു ഫീഹിൽ അബ്സാർ, അതികഠിനമായ ശിക്ഷ കാരണത്താൽ ആ ദിവസത്തിൻ്റെ ഭയാനകതകൾ കൊണ്ട് കണ്ണുകൾ പുറത്തേക്ക് തള്ളിപ്പോകുന്ന ദിവസമാണ്. അപ്പോൾ അതിൽ വിശ്വാസികൾക്ക് ആശ്വാസമുണ്ട്, അതേസമയത്ത് ഇത് വമ്പിച്ചതായ താക്കീതാണ്. ആർക്ക്? അവിശ്വാസികളായ ആളുകൾക്ക്. അതുകൊണ്ട് അവർ വിചാരിക്കേണ്ട എന്ത്, ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്തിട്ടും ഞങ്ങൾക്കാണല്ലോ അധികാരം, ഞങ്ങളെയാണല്ലോ ആളുകൾ സ്വീകരിക്കുന്നത്, ഞങ്ങൾക്കാണല്ലോ സപ്പോർട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങളാണെല്ലാമെന്ന് ജനങ്ങളുടെ സപ്പോർട്ട് കണ്ട് ആളുകൾ വിചാരിക്കേണ്ട. മറിച്ച് നിങ്ങൾ ചെയ്യുന്നത് ദുൽമാണെങ്കിൽ പിടികൂടുന്ന ഒരു ദിവസം വരാനുണ്ട്. അത് ശക്തമായ പിടുത്തമായിരിക്കും. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്ന ബത്ശ റബ്ബിക ലശദീദുൻ, നിൻ്റെ റബ്ബിൻ്റെ പിടുത്തം കഠിനമായ പിടുത്തമാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുമില്ല. സൂറത്തു ആലു ഇമ്രാനിൽ കാണാം, വലാ യഹ്സബന്നല്ലദീന കഫറു അന്നമാ നുംലി ലഹും ഖൈറുൽ ലിഅൻഫുസിഹിം. സത്യനിഷേധികൾ വിചാരിക്കണ്ട അവർക്ക് നാം ആയുസ് നീട്ടിക്കൊടുക്കുന്നത് അവർക്ക് ഖൈറാണ് എന്ന്. ബൽ ഹുവ ശർറുൽ ലഹും വലാ തഹ്സബന്നല്ലദീന കഫറു അന്നമാ നുംലി ലഹും ഖൈറുൽ ലിഅൻഫുസിഹിം ഇന്നമാ നുംലി ലഹും ലിയസ്ദാദു ഇസ്മ. നാം അവർക്ക് ആയുസ് നീട്ടിക്കൊടുക്കുന്നത് പാപങ്ങൾ വർദ്ധിക്കാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ തെറ്റ് ചെയ്യട്ടെ എന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. നോക്കൂ, അള്ളാഹുവിൻ്റെ ഖദർ അങ്ങനെയാണ്. എന്തിനാണത്? വലഹും അദാബും മുഹീൻ, അവർക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട്, അത് നൽകാൻ വേണ്ടി. അപ്പോൾ കുറേ കാലം അവർക്ക് ആയുസ് കൊടുത്താൽ കുറേ അധികം തെറ്റുകൾ അവർ ചെയ്യും. അതിനനുസരിച്ച് അവരെ കൂടുതൽ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആയുസ് നീട്ടിക്കൊടുക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികൾ വിചാരിക്കേണ്ടത് അവർക്ക് ഖൈറാണെന്ന്. അവർക്ക് നിന്ദ്യമായ ശിക്ഷ കൂടുതലായി അള്ളാഹു നൽകാനാണ്. അവരും വിചാരിക്കേണ്ടത് അവർക്ക് ഖൈറാണ് എന്ന്. മറിച്ച് നിന്ദ്യമായ രൂപത്തിൽ അവർ പിടിക്കപ്പെടാൻ പോകുന്നു. നിന്ദ്യമായ ശിക്ഷ ഈ ലോകത്തും പരലോകത്തും അവർക്ക് ലഭിക്കാൻ പോകുന്നു. പക്ഷേ അള്ളാഹു അവർക്ക് വളരെയധികം ആയുസ്, വാർദ്ധക്യത്തിൻ്റെ അങ്ങേ തലയിലെത്തുന്നത് വരെ അള്ളാഹു ആയുസ് നീട്ടിയിട്ട് കൊടുത്തേക്കാം. പലരും വിചാരിക്കുന്നു പല അക്രമ രാഷ്ട്രങ്ങളുടെയും നേതാക്കളൊക്കെ വാർദ്ധക്യത്തിൻ്റെ അങ്ങേ തലയിലെത്തി, എന്താണ് ഇവർക്കിങ്ങനെ ആയുസ് നീട്ടിയിടപ്പെടുന്നത്? അതിനുള്ള അള്ളാഹുവിൻ്റെ മറുപടിയാണ്, അവർക്ക് വയസ്സാവും തോറും തിന്മകൾ കൂടുതൽ ചെയ്തിട്ട് എന്തായാലും ആർക്കും നിത്യവാസമില്ലല്ലോ. ഒരാളും ഇവിടെ നിത്യവാസിയായിട്ടില്ലല്ലോ. ഫിറഔനും ഹാമാനും അടക്കം, അബൂജഹൽ, അതേപോലെയുള്ള ഒട്ടനവധി ആളുകൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, ആരും സ്ഥിരവാസം അവർക്കുണ്ടായിട്ടില്ല, സ്ഥിരവാസികളായിട്ടില്ല. അതുകൊണ്ട് തന്നെ അക്രമികൾക്കൊന്നും ഇവിടെ സ്ഥിരവാസമില്ല, ആർക്കും ഇവിടെ സ്ഥിരവാസമില്ല. ആയുസ് നീട്ടിയിട്ടു എന്നതുകൊണ്ട് തന്നെ അള്ളാഹു അവരെ പിടികൂടുകയില്ല എന്ന് കരുതേണ്ടതില്ല എന്നൊക്കെയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുന്നത്. ഇൻഷാ അള്ളാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം.
അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും ഓരോ വചനങ്ങളിലും ഉൾക്കൊള്ളുന്ന ആശയങ്ങളനുസരിച്ച് വിശ്വാസ ആചാര കർമാനുഷ്ഠാനങ്ങളെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിൻ്റെ ബറക്കത്ത് അല്ലാഹു നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമ്പത്തിലും എല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ നിലക്കുള്ള കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, മാരകങ്ങളായ രോഗങ്ങളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന്, ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന്, അതിക്രമങ്ങളിൽ നിന്നൊക്കെ മുസ്ലിമീങ്ങളെയും ഇസ്ലാമിക രാജ്യങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാമിക രാജ്യങ്ങളിൽ അല്ലാഹു ശാന്തിയും സമാധാനവും നിർഭയത്വവും പ്രദാനം ചെയ്യട്ടെ. ഇസ്ലാമിക രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. ദീന് ശരിയായ നിലക്ക് പഠിച്ചു മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരിൽ നിന്ന് അല്ലാഹു ജഹാലത്തിന് ഉയർത്തുകയും അവർക്ക് ഇൽമ് അല്ലാഹു പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.